പക്ഷേ ജീവിതം ഇല്ലാതെ. ഞാനൊരു സംഭവം കൂടെ പറഞ്ഞു. എൻ്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ദിവസം ഞാനൊരു സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ടീച്ചർ ചോദിച്ചു, എനിക്ക് കുറച്ച് സമയം തരാമോ സംസാരിക്കാൻ? ഓക്കെ. അവരുടെ മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, സാറേ എനിക്ക് 2 കുട്ടികളാണ്. അതിൽ മൂത്ത കുഞ്ഞ് 8 വയസ്സുകാരൻ, ഇളയ കുഞ്ഞ് 3.5 വയസ്സുകാരൻ. മൂത്ത കുഞ്ഞ് നല്ല വൃത്തിയായി പഠിക്കും, ഭംഗിയായി പഠിക്കും, നല്ല സ്വഭാവം, നല്ല അച്ചടക്കം, ജീവിത ചിട്ടകളെല്ലാം ഉഷാറാണ്. രണ്ടാമത്തെ കുഞ്ഞ് 3.5 വയസ്സുകാരൻ, പക്ഷേ ഭീകരജീവി. കാണാൻ നല്ല മോനാണ്, പക്ഷേ അവനെ എല്ലാവർക്കും പേടിയാണ്. 8 വയസ്സുകാരനായ മൂത്ത കുഞ്ഞിന് എൻ്റെ കുഞ്ഞിനെ പേടിയാണ്. ഇപ്പോൾ എൻ്റെ അയൽവാസികളായ ചെറിയ കുട്ടികളൊന്നും എൻ്റെ വീട്ടിലേക്ക് വരില്ല, എൻ്റെ 3.5 വയസ്സുകാരനെ ഭയപ്പെട്ടിട്ട്. ഇപ്പോൾ അടുത്തായി ഞാൻ എൻ്റെ കുടുംബ വീടുകളിലെ പൊതു സദസ്സുകളിലൊന്നും കല്യാണം, സൽക്കാരം, കുടിയിരിക്കൽ, വീട്ടുകൂടൽ ഇതിനൊന്നും പോകാറില്ല. എന്തുകൊണ്ട്? എൻ്റെ മോനാണ് എൻ്റെ മാറ്റർ. ഞാൻ കുറേ സമയം ആലോചിച്ചു. ഞാൻ ടീച്ചറോട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇതിന് വല്ല സൊല്യൂഷനും ഉണ്ടോ? ഉണ്ട്. നിങ്ങളൊരു A4 എടുക്കാൻ പറഞ്ഞു. ആ A4-ൽ ആ ടീച്ചറെ കൊണ്ട് ഞാൻ എഴുതിച്ചു. ആദ്യ കുഞ്ഞ് ഗർഭിണിയായ സമയവും അതിനുശേഷം പ്രസവിച്ച സമയവും മുലയൂട്ടിയ 2 വർഷ കാലയളവും എല്ലാം എഴുതിച്ചു. അന്ന് ടീച്ചർ ഉദ്യോഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം രണ്ടാമത്തെ കുഞ്ഞ് ഗർഭിണിയാകുന്ന സമയത്ത് ടീച്ചർ ഡ്യൂട്ടിയിലാണ്. പ്രസവിച്ച സമയത്ത് അതുപോലെ മുലയൂട്ടുന്നതിലെ ആദ്യകാലത്തെ ചെറിയൊരു ഡ്യൂറേഷൻ, ചെറിയൊരു സമയപരിധി, അത് കഴിഞ്ഞിട്ടുള്ള വലിയ കാലയളവ് ഈ കുഞ്ഞിന് മാതാവിൻ്റെ മാതൃത്വം ഉള്ള നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ടാകാം. നിങ്ങൾ എന്നോട് ഈ സമയത്ത് സംവദിക്കുന്നുണ്ടാകാം, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. അനേകം ടീച്ചർമാർ ഈ ലോകത്തില്ലേ? ഞാൻ പറയുന്നത് ഒരു വിഷയം സത്യമാണ്. ആ കുഞ്ഞിന് ഒഴിഞ്ഞ മനസ്സുള്ള ഒരു മാതാവ് എന്നത്, ആ മാതൃത്വം എന്ന ആ ഒരു വേവ്സ്, ആ ഒരു തരംഗം, അത് കുഞ്ഞിനെ വളർത്താനുള്ള എനർജിയാണ്, ഊർജമാണ്. അത് പരമസത്യമാണ്. CP വർക്കിയുടെ ഹാൻഡിൽ വിത്ത് കെയർ എന്ന പുസ്തകത്തിലെ ഒരു അധ്യായം ഈ വിഷയമാണ്. ഒരു പ്രൈമറി ക്ലാസ്സിൽ ഒരു കുട്ടി ഭയങ്കര വികൃതിയാണ്. ഈ കേരളത്തിലെ ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അപ്ഡേറ്റഡ് പോസിറ്റീവ് സൈക്കോളജി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രയോഗിക്കുന്നതിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ല രചനകൾ നടത്തിയ ആളുകൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു വിഷയം പരാമർശിക്കുന്നു. പ്രൈമറി തലത്തിലുള്ള ഈ ക്ലാസ് റൂമിലെ ഇത്രയും വികൃതിയായ കുട്ടി, ഇദ്ദേഹം പഠിച്ച പല മനഃശാസ്ത്രപരമായ സമീപനങ്ങളെയും ഉപയോഗിച്ചിട്ടും പരാജയപ്പെട്ടപ്പോൾ തൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ സംശയബുദ്ധിയ ഈ CP വർക്കിയോട് ചോദിക്കുന്നു, ഈ കുട്ടിക്ക് സൊല്യൂഷൻ ഇല്ലേ? നമുക്ക് പഠിക്കാം. അവർ പഠിച്ചു. പഠിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിച്ചവർ ചെന്നെത്തിയത് കുട്ടിയുടെ വീട്ടിലേക്കാണ്. വീട്ടിൽ മാതാപിതാക്കൾ 2 പേരും അധ്യാപകരായിരുന്നു, ടീച്ചേഴ്സായിരുന്നു. അവർ ചെയ്തത്, ഈ കുട്ടിക്ക് നിശ്ചിത കാലയളവ് ഇതിന് പരിഹാരമായി മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും ഭാഗമായി കിട്ടേണ്ടിയിരുന്ന സ്നേഹം, ആ സ്നേഹം ഭംഗിയായി നിർവഹിച്ചു കൊടുത്തപ്പോൾ കുട്ടിയുടെ സ്വഭാവദൂഷ്യങ്ങൾ അടിവേരിൽ നിന്ന് പരിഹാരമാകുന്നു. ഇവിടെ അദ്ദേഹം സമർത്ഥിക്കുന്നത് മാതൃത്വം ഒരു കുട്ടിയുടെ അനിവാര്യമായ ആവശ്യമാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു വിഷയം കൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഞാനത് വിശദമായി പറയുന്നില്ല, ഭാഗികമായി പറയുന്നു. അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ വിശകലനം ചെയ്ത് അദ്ദേഹം പറയുന്നു,
ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രൈമറി സ്കൂളിൽ പോലും സ്കൂൾ തലങ്ങളിലേക്ക് ഗണ്ണുപയോഗിച്ചു വരുന്നവരാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അഥവാ വിദ്യാർത്ഥികളുടെ വലിയൊരു ശതമാനം തന്നെ ലൈംഗിക രോഗങ്ങൾ അനുഭവിക്കുന്നവരാണ്. അബോർഷനുകൾ നടന്ന പെൺകുട്ടികളാണ്. അതുപോലെയുള്ള ഒരുപാട് ഭീകരമായ പ്രശ്നങ്ങൾ അവർ ഉദ്ധരിച്ചിട്ട് അവർ പറഞ്ഞ കാരണം അമേരിക്കൻ ഫാമിലി സിസ്റ്റത്തിൽ 50% വിവാഹവും നിയമപരമായി ഡൈവോഴ്സ്ഡ് ആണ്, മുത്തല്ലഖത്താണ്, ത്വലാഖാണ് എന്നതാണ്. ഇനി ബാക്കിയുള്ള 50-ൽ പകുതി ശതമാനം, ആ പകുതിയും അഥവാ 25, ടോട്ടലിൻ്റെ 25% നിയമപരമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും ശാരീരികമായി പിരിഞ്ഞ് ജീവിക്കുന്നവരാണ്. ഇനി എത്രയാ ബാക്കിയുള്ളത്? 25. ബാക്കിയുള്ള 25%, അതിൽ 90% രണ്ടുപേരും ജോലി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രഷർ കുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ. ഈ വിശകലനം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഞാൻ പറയുന്നത്, കുടുംബജീവിതം എന്നത് ഒരു ആർട്ടാണ്. അതൊരു സാമൂഹ്യ സൃഷ്ടിപ്പിൻ്റെ, ഒരു സോഷ്യൽ ഇൻ്റർവെൻഷൻ്റെ വലിയ ഒരു ഭാഗമാണ് എന്നത് വിദ്യാലയങ്ങളിലൂടെ ബോധവൽക്കരിക്കപ്പെടുകയും എന്നിട്ട് ഈ മഹത്തായ ദൗത്യം ഏറ്റെടുക്കുന്ന, ഈ സമൂഹത്തിലെ പ്രധാന ഭാഗം നിർവഹിക്കുന്ന സഹോദരിമാർ അവരാരായിരിക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾ നോക്ക്. ഇണകൾ, സൗജ് എന്നാണ് ഭർത്താവിനും ഭാര്യക്കും പറയുക. അതിൽ സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിയേണ്ട അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രമാണ് സൗജത്ത് എന്ന് സ്ത്രീലിംഗത്തിന് പറയുന്നത്. അല്ലെങ്കിൽ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും എന്ത് തന്നെയാ പറയാ? സൗജ് എന്നാണ് പറയാ. ഇസ്ലാമിക് കോൺസെപ്റ്റ് അങ്ങനെയാണ്. ഇവിടെ ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളും അങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ വിഷയം സംബന്ധമായി സംശയമുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഒരു സംഭവം കൂടി അത് പറഞ്ഞ് നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹാപ്പി സോണിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അതിലെ ഒരു ലേഡീസ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി അതിൽ അറ്റൻഡ് ചെയ്യാനുള്ള കാരണം അവർ പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി അല്ലെങ്കിൽ 4 വർഷമായിട്ട് കാണും. ദുരിതമാണ് എൻ്റെ ജീവിതം. എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ ഏറെ ആഹ്ലാദിച്ചു. എൻ്റെ സമപ്രായക്കാരായ പലരും വിവാഹത്തിൻ്റെ അന്ന് വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കരഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കരയാൻ തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ വാക്കിനെ അണ്ടർലൈൻ ചെയ്ത് കേൾക്കണം. വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷിച്ചത് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നായിരുന്നു. വിലാഹത്തിൻ്റെ അന്നോ തലേ ദിവസമോ പോലും എനിക്ക് ചെരുപ്പ് കൊണ്ട് നടുപ്പുറത്ത് ഏറ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിതാവിൻ്റെ കയ്യിൽ നിന്ന്. ഇത്രയേറെ പ്രയാസവും ദുരിതമുള്ള ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ ഭർത്തൃ വീട്ടിലേക്ക് ചെന്ന ഞാൻ ദിവസങ്ങൾക്കകം, മാസങ്ങൾക്കകം എൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് കൈപ്പേറിയ മറ്റൊരു അധ്യായം കൂടി അറിയുകയാണ്. സഹോദരി പറയുന്നു, അങ്ങനെ ഞാൻ ഇപ്പോൾ വരുന്ന സാഹചര്യം എത്തി നിൽക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ പലപ്പോഴും തളർന്നു വീഴാറുണ്ട്, ബോധം നഷ്ടപ്പെട്ട് വീണു പോകാറുണ്ട്. എൻ്റെ ഭർത്തൃമാതാവിൻ്റെ സ്ഥിതി പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്, ആ സഹോദരിയുടെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കാൻ എനിക്ക് അത്രമാത്രം സാഹിത്യബോധമില്ല. അതുകൊണ്ട് അതിനെ ഞാൻ ചുരുക്കി വിവരിച്ച് പറയാം. എന്നെ ശിക്ഷിക്കാൻ വേണ്ടി പടച്ചോൻ പടച്ച ഒരു സൃഷ്ടിയാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് എൻ്റെ ഭർത്തൃമാതാവിനെ കുറിച്ച്.
അത്രമേൽ എന്നെ കഷ്ടപ്പെടുന്നു. ഞാൻ എന്ത് നന്മ ചെയ്താലും അതിന് കുറ്റം പറയും. ഞാൻ ഏത് നന്മ ചെയ്താലും അതിനൊരു കുറ്റം പറയും. എന്തു ഉപകാരം ചെയ്താലും അതിന് തിരിച്ച് നന്ദികേട് പറയും. എന്നു മാത്രമല്ല, വീട്ടിലൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയാൽ എനിക്കത് താല്പര്യമാണെന്നെങ്ങാനും തോന്നിയാൽ എനിക്കത് കിട്ടാതിരിക്കാനുള്ള എല്ലാ 18 അടവും ഈ സഹോദരി പയറ്റും. ഞാനിത് പറയുമ്പോൾ സദസ്സിൽ ചിലരൊക്കെ ഒരു പക്ഷേ അത്രയൊക്കെ എനിക്കുണ്ടെന്ന് പറയുന്നവരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാകാം, എൻ്റെ വിഷയം അവിടെ അല്ല കേട്ടോ. ഈ സെഷനിലിരിക്കുന്ന സമയം അവരെന്നോട് ചോദിച്ചു, ഇത്രയും പ്രയാസം അനുഭവിച്ചിട്ട് ഉസ്താദെ ഞാൻ ഇന്നുവരെ ഒരു അന്യായം പറയുകയോ അന്യായമായി സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല. ഞാൻ തിരിച്ചതുപോലെ ഒന്നും ചെയ്യാറില്ല. ഈ സദസ്സിൽ ഞാൻ ഇരുന്നിട്ട് എന്താ കാര്യം? അവരല്ലേ വരേണ്ടത്, ഭർത്താവിൻ്റെ ഉമ്മയല്ലേ കൊണ്ടുവരേണ്ടത്. അപ്പം ഞാൻ എല്ലാം കേട്ടതിന് ശേഷം തിരിച്ചു ചോദിച്ചു, ഞാൻ സംസാരിക്കട്ടെ? യെസ്. നിങ്ങൾക്ക് ആണോ സന്തോഷം വേണ്ടത്? യെസ്. നിങ്ങൾക്കാണോ സമാധാനം വേണ്ടത്? യെസ്. എങ്കിൽ നിങ്ങളാണ് ഇവിടെ ഇരിക്കേണ്ടത്. അവർക്കെന്നോട് ദേഷ്യം കലർന്ന ബഹുമാനം ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തത് കൊണ്ട് അവരുടെ ഇരുന്നു. പക്ഷേ 4-ാമത്തെ ആഴ്ച, 4-ാമത്തെ തവണ സിറ്റിങ്ങിലിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, സദേ എൻ്റെ ജീവിതം സന്തോഷപൂർണമാണ്, ഞാനിപ്പോൾ സന്തോഷവതിയാണ്. തൊട്ടടുത്ത ഒരു സെഷനിൽ അവർ പറഞ്ഞു, ഇന്ന് ഞാൻ ഉംറക്ക് പോകാൻ വേണ്ടി ക്ലാസ്സിന് വരികയാണ്. ഇന്ന് ഞാൻ ലെറ്റിൽ ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ വരാനുണ്ടായ കാരണം എനിക്ക് സന്തോഷം പറയാതിരുന്നാൽ അതൊരു അസ്വസ്ഥതയായതുകൊണ്ടാണ്. ഇന്ന് രാവിലെ ഞാൻ ഉംറക്ക് ക്ലാസ്സിനും ഇവിടുത്തെ ലെറ്റിനും കൂടി വരണമെന്ന് കരുതി ഇറങ്ങുമ്പോൾ പാചകം നേരത്തെ ചെയ്യട്ടെ എന്ന് കരുതി നേരത്തെ ഒരുങ്ങി ഇറങ്ങുകയാണ്. അപ്പോൾ ഇടക്ക് തോന്നി മുറ്റൊന്നടിക്കാം. മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ എൻ്റെ അമ്മായിയും എല്ലാം അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊരു അത്ഭുതമായിരുന്നു. എന്നാൽ പിന്നെ പോകാനുള്ള ഭക്ഷണം നേരത്തെ പാചകം ചെയ്യട്ടെ എന്ന് കരുതി അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള ഫുഡടക്കം നേരത്തെ അമ്മായിമ്മ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. എനിക്കൊരു കുഞ്ഞുണ്ട്, ഒരു 4 വയസ്സുകാരൻ. അവൻ എപ്പോഴും എന്നെ ശല്യം ചെയ്യുക എന്നത് അവൻ്റെ ഇഷ്ടവിനോദമാണ്. എന്നെ എപ്പോഴും ആക്രമിക്കുകയും എന്നെ പ്രയാസപ്പെടുത്തുകയും എനിക്ക് അനിഷ്ടമുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യുന്നൊരു പൊന്നുമോൻ. എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ജനിച്ചൊരു മകനെന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. ഞാനുമായി കലഹമുണ്ടാകുമ്പോഴൊക്കെ എൻ്റെ ഈ മകനെ എനിക്കെതിരെ തിരികൊളുത്തി വിടാൻ ഈ അമ്മായിയുമ്മയുടെ ചാതുര്യം, അമ്മായിയുമ്മയുടെ സാമർത്ഥ്യം അതീവമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പുറപ്പെടാൻ നേരത്ത് എന്നെ ശല്യം ചെയ്യാൻ വന്ന എൻ്റെ മകനെ പറഞ്ഞു സമാധാനിപ്പിക്കുന്നത് എൻ്റെ അമ്മായിയുമ്മയാണ്. ഞാൻ എന്താ ഉപയോഗിച്ചത്? 1-ാമത്തെ സെഷനിൽ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാക്കുക, നമ്പർ 1. 2, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഈ വീട്ടിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും നിങ്ങളിൽ നിന്നുള്ള പെരുമാറ്റം പോസിറ്റീവാക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ സാങ്കേതികമായ ഭാഷാ പ്രയോഗം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് അതിൻ്റെ സാങ്കേതിക പ്രയോഗം. എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? നമ്മൾ നമ്മുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ ഒരു 24 hours അത് നമ്മളൊന്ന് എടുക്കുക. ഈ 24 മണിക്കൂറിനിടയിൽ എൻ്റെ ഈ വീട്ടിൽ ജീവിക്കുന്ന ഭർത്താവ്, ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ പിതാവ്, സഹോദര സഹോദരി, കുടുംബാംഗങ്ങൾ അവരാരോ എങ്ങനെയെന്നത് മാറ്ററേ അല്ല. മറിച്ച് അവർക്ക് എന്നിൽ നിന്ന് അവരെ സന്തോഷിപ്പിക്കുന്ന ഏതൊക്കെ ആക്ഷനുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രഥമ ദൃഷ്ടിയ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു 5 സന്തോഷിപ്പിക്കുന്ന ആക്ഷൻ എങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സ്കിൽ അത് പുവറാണ്, മോശമാണ്. സ്വന്തം വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു മാതാവിനെ, അഥവാ ഭർത്താവിൻ്റെ മാതാവിനെ മാതാവായി തന്നെ കാണണം.
പിതാവിനെ പിതാവായി കാണണം. അങ്ങനെയുള്ള ഒരാളോട് ഒന്ന് ഐ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ മുഖത്തേക്ക് സന്തോഷപൂർവ്വം നോക്കുക. നോട്ടം കുറേ രീതിയിലുണ്ട്. ചിലരുടെയൊക്കെ നോട്ടം കണ്ടാൽ ഭയങ്കര മിസ്റ്റേക്ക് തന്നെയാണ്. ഒരു ദിവസം ഒരാളെ വീട്ടിലൊരു സൽക്കാരം നടക്കുന്ന സമയത്ത് അയൽ വീട്ടുകാരനോട് പറഞ്ഞു, ഇനിയും നോക്കണേ ഇയാളെ. സുബ്ഹാനല്ലാഹ്, ഈ അതിഥി പകുതി കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ചോദിച്ചു, എന്തേ ഭക്ഷണത്തിന് വല്ല കുറവുണ്ടോ? അയാളെ നോട്ടം സഹിച്ചുകൂടാത്തത് കൊണ്ട് ഇറങ്ങി പോകുന്നതാണെന്ന് പറഞ്ഞത്. അങ്ങനെ നോക്കരുത്. നോട്ടം എന്ന് പറയുന്നത് ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന നോട്ടം, പരിഗണന ഫീൽ ചെയ്യുന്ന നോട്ടം. ആ നോട്ടം സ്വന്തം മാതാവിനെ നോക്കുക. വലിയ ചിലവുണ്ടോ? വെരി സിമ്പിൾ, പക്ഷേ വെരി സ്ട്രോങ് റിസൾട്ട് ഉണ്ടാക്കുന്ന സ്നേഹമാണത്. സെക്കൻഡ് വൺ, രണ്ടാമത്തത് എന്താണ്? ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക. വല്ല ചിലവുണ്ടോ? ഒരു ചിലവും ഇല്ലാത്ത പരിപാടിയാണ്. ഒന്ന് പുഞ്ചിരിക്കുക. അപ്പോൾ ചിലർക്കൊക്കെ പറയാനുണ്ട്, ഉസ്താദേ പുഞ്ചിരിച്ചാൽ തിരിച്ച് എന്തെങ്കിലും പറയാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞോട്ടെ, നിങ്ങൾ ആത്മാർത്ഥമായി പുഞ്ചിരിക്കണം. മൂന്നാമത് ഞാൻ പറഞ്ഞത് എന്താ അറിയോ? വേണമെങ്കിൽ നിങ്ങൾക്കിത് നോട്ട് ചെയ്യാവുന്നതാണ്, നിർബന്ധമില്ല. നിങ്ങൾക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന പേരിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ ചെയ്ത വീഡിയോ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ മൂന്നാമത്തത് എന്താണ്? നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് വരിക, ഉമ്മയോട് അസ്സലാമു അലൈക്കും പറയൽ നല്ലതാണ്, ഗുണകരമായ പെരുമാറ്റമാണ്, പോസിറ്റീവായ ബിഹേവിയറാണ്. നമ്മൾ പതിവാക്കണം. ഭർത്താവിനോടും ഇത് നല്ലതാണ്. നാലാമത്തത്, ഉമ്മയെ ഉമ്മ എന്ന് സ്നേഹം തോന്നുന്ന രീതിയിലുള്ള വിളി. അഞ്ചാമത്തത്, പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കൾച്ചറാണ് മുസാഫഹത്ത്. ഇതൊക്കെ അഭികാമ്യമാണ്. എല്ലാ വൃത്തികേടുകളും ഫോളോ ചെയ്യും പലരും. അതേസമയത്ത് വളരെ മൂല്യമുള്ള, വളരെ വാല്യൂ ഉള്ള ഇത്തരം പെരുമാറ്റങ്ങളെല്ലാം നമുക്ക് പലപ്പോഴും അന്യമാണ്. പല വഷളൻ ഏർപ്പാടുകളും ഷോർട്സിലൂടെയും റീൽസിലൂടെയും ഒക്കെ കാണുമ്പോൾ അത് ഫോളോ ചെയ്യാനും വഷളത്തരങ്ങൾ റീൽസായും ഷോർട്സായും ചെയ്തിറക്കാനും മാത്രം മാനസികമായി ദുർബലപ്പെട്ടുപോയവരായി നമ്മൾ മാറരുത്. നമുക്ക് ധന്യമായി ജീവിക്കാൻ കഴിയും. അതിന് ചെയ്യേണ്ട സിമ്പിൾ ആക്ടിവിറ്റി. ഞാനിത് പറഞ്ഞപ്പോൾ ഈ സഹോദരി മൂന്നാമത്തെ ഒരു സെഷനിൽ എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്തപ്പോൾ നല്ല മാറ്റമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു റിസൾട്ട് ഇങ്ങോട്ട് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റിസൾട്ടിന് വേണ്ടി ചെയ്യരുതായിരുന്നു. നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്യണം? ഫോർ യു, ഫോർ മീ. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യണം. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു ധന്യമായ ഒരു പെരുമാറ്റമാണ്. മറ്റൊരാളുടെ റിസൾട്ടിന് വേണ്ടി ചെയ്യരുത്. റിപ്ലൈ, റിസൾട്ട്, റിയാക്ഷൻ ഇതിനു വേണ്ടി ചെയ്യരുത്. മറിച്ച് എൻ്റെ സുഖത്തിന്, എൻ്റെ മൂല്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന നന്മ. അങ്ങനെ പറഞ്ഞപ്പോൾ നാലാമത്തെ സെഷനിൽ വന്നപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് സക്സീഡ്, വിജയിച്ചു, എൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു. ഞാൻ ചോദിക്കുന്നു, ഡോക്ടറാകേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ ആളാകാൻ വേണ്ടിയാണോ? ഇവരൊക്കെ ആളെ ചികിത്സിച്ചാൽ എന്താകും? സുബ്ഹാന റബ്ബി. നാം ചെയ്യേണ്ടത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരാളുടെ കൈമുതലായി, ഒരാളുടെ കയ്യിലിരിപ്പായി കൂടെ ഉണ്ടാകേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഈ സ്കിൽ നാം അച്ചീവ് ചെയ്യണം. ഈ സ്കിൽ നാം നേടിയെടുക്കണം. അത് നേടിയെടുത്താൽ ഏത് മൃഗതുല്യരായ കുടുംബാംഗങ്ങളെയും നിങ്ങൾക്ക് പുഷ്പം പോലെ നയിക്കാൻ പറ്റും, ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രയാസമില്ലെങ്കിൽ കുറേ സമയമായി ഇരിക്കുന്നത്. നിങ്ങളെ ഈ വേഷത്തിലിരിക്കുമ്പോൾ ഞാൻ നേരത്തെ അഭിപ്രായം പറഞ്ഞിരുന്നു, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചൂടൊക്കെ എനിക്കിതിൻ്റെ ചൂട് എന്തായാലും ഉണ്ടാകും. അത് ഞാൻ വിധിക്കപ്പെട്ടതാണ്. ഞാനതിനെ ആക്സെപ്റ്റ് ചെയ്തു, ഞാനതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അതേസമയത്ത് നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ലല്ലോ. പ്രയാസം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. നിന്നിട്ട് നിങ്ങളുടെ മുന്നിലെ ചെയറുകൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറഞ്ഞ 1, 2, 3 മിനിറ്റ് വേണമെങ്കിൽ അങ്ങനൊരു അവസരം നൽകാം. എന്നാൽ നിങ്ങൾക്ക് എന്നെ ശ്രവിക്കാനൊരു സുഖം ഉണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും.
നിങ്ങൾ ഒരേ ഇരുന്നിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരാശ്വാസവും ഉണ്ടാകും. ഷബീ ഉസ്താദ് സൂചിപ്പിച്ചൊരു വിഷയം, നമ്മൾ സാധാരണ ലെറ്റ് പ്രോഗ്രാമിൽ, ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ചെയ്യാറുള്ള ഒരു ശൈലിയുണ്ട്. അതിവിടെ ഉപയോഗിച്ചാൽ നന്ന് എന്നാണ് പരിചയപ്പെടുത്താം. അതേസമയത്ത് ഇവിടെ അത് ഉപയോഗിക്കുന്നില്ല. ലെറ്റിൽ ഉപയോഗിക്കുന്ന രീതി ഞാൻ ക്ലാസ് എടുക്കാറില്ല. മറിച്ച് അവർ ഹൽക്കയായി, റൗണ്ടായി ഇരുന്ന് ഓരോരുത്തരുടെയും ലൈഫിലെ റിയൽ മാറ്ററുകൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു, പരിഹാരങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. ആ പരിഹാരങ്ങൾ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കാണുന്നത് വരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ റിസൾട്ട് കാണുന്നു. വിവാഹ ജീവിതം ദുരിതമാണെന്ന് വിശ്വസിക്കുകയും വൈവാഹിക ജീവിതം ഇതോടെ അവസാനിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നിരവധി കുടുംബങ്ങൾ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി വളരെ ഭംഗിയായി ഇപ്പോൾ അൽഹംദുലില്ലാ വൈവാഹിക ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പലപ്പോഴായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്, അതേക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് ഉസ്താദ് വിഷയം സൂചിപ്പിച്ചത്. നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൂടിയാണത്. പക്ഷേ ഞാൻ ഇവിടെ വെച്ച് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഇത്തരം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും മറ്റുമൊക്കെ ഒരു മാസത്തിലൊരു സെഷൻ കണ്ടക്ട് ചെയ്യുകയും എന്നിട്ട് പിന്നീട് ലേഡീസായ ട്രെയിനേഴ്സിനെ തന്നെ രൂപപ്പെടുത്തുകയും ആ ലേഡീസ് ട്രെയിനർ നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ വിശകലനം നടത്തുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും പരിഹാരം ലഭ്യമാകുന്നത് വരെ ഫോളോ അപ്പ് നൽകുകയും ചെയ്യുന്ന ഭംഗിയായ ലോകോത്തര നിലവാരമുള്ള ട്രെയിനിങ് സിസ്റ്റം, അത് നമുക്കൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്, നടപ്പിലാക്കാവുന്നതാണ് എന്ന് ഭാഗികമായി പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയം തുടരുന്നു. കുടുംബജീവിതം അതൊരു ഗെയിമിഫിക്കേഷനിലൂടെയാണ് നടപ്പിലാക്കേണ്ടത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബജീവിതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഭർത്താവിനെ ഹാൻഡിൽ ചെയ്യുക. ഭർത്താവിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് രണ്ട് ടൈപ്പുണ്ട്. ഒന്ന്, ഭരിക്കുന്നവരുണ്ട്. ഭരണം, ഭർത്താവിനെ ഭരിക്കുക, കീഴടക്കുക, അത് ഇരിക്കും കൊമ്പ് മുറിക്കുന്നതിന് സമാനമാണ്. മനസ്സിലാക്കണം, ഭർത്താവിനെ കീഴടക്കുക എന്നത് അത് എങ്ങനെ? സ്നേഹം കൊണ്ടുള്ള കീഴടക്കൽ, ഇറ്റ്സ് ഓക്കെ, അതൊരു ബ്യൂട്ടിയാണ്, അതൊരു ഭംഗിയാണ്. മറ്റു കുരുട്ട് വിദ്യകൾ കൊണ്ട് കീഴടക്കുന്നത് ഇരിക്കും കൊമ്പ് മുറിക്കുന്നതിന് സമാനമാണ്. ഫോർ എക്സാമ്പിൾ, ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ജോലിയിൽ കയറി ഇടപെടുന്നു. അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അങ്ങനെ ശാഠ്യങ്ങൾ പിടിച്ചും ബഹളങ്ങൾ വെച്ചും ഭർത്താവിനെ ശല്യം ചെയ്യുന്നു. ടു ഡേഞ്ചർ. എന്താണ് വേണ്ടത്? സ്നേഹഭാഷകൾ കൊണ്ട് കീഴടക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറിയിരുന്ന ജീവിത രീതി ബീവി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ശാരീരികമായി ടച്ച് ചെയ്യുകയും സന്തോഷപൂർവ്വമുള്ള പെരുമാറ്റം നബി തങ്ങൾ പെരുമാറാറുണ്ടായിരുന്നു. ഒരു സ്നേഹഭാഷയാണ് ഫിസിക്കൽ ടച്ച്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ദ 5 ലവ് ലാംഗ്വേജ്. അതിൻ്റെ സമ്മറി വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ കേൾക്കാൻ കഴിയും. ഗാരി ചാപ്മാൻ എന്ന ലേഡിയാണ് കുടുംബ മനഃശാസ്ത്രജ്ഞ കൂടിയായ ആ വ്യക്തിയാണ്, അദ്ദേഹമാണ് ആ പുസ്തകത്തിൻ്റെ രചയിതാവ്. അതിലെ ഒരു സ്നേഹഭാഷയാണ് ഫിസിക്കൽ ടച്ച്. രണ്ടാമത്തെ ഒന്നാണ് വേർഡ് ഓഫ് അഫർമേഷൻ. എന്താണ് വേർഡ് ഓഫ് അഫർമേഷൻ? വാചികമായി സ്നേഹം കൈമാറുന്നതാണ് വേർഡ് ഓഫ് അഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഭർത്താവിനോട് നിങ്ങൾ ആദ്യം പറയാറുള്ള വാക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ സ്നേഹമുണ്ടാകാറുണ്ടോ?
ഭർത്താവിനോട് നിങ്ങളൊരാവശ്യം ഉന്നയിക്കുന്നു, നിങ്ങൾക്കൊരു പർദ്ദ വാങ്ങിക്കണം. നിങ്ങൾ എന്താ പറയുന്ന വാക്ക് എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചില സഹോദരിമാരൊക്കെ പറയും പർദ്ദ വാങ്ങണം. ഈ മാസം ഏതാ? റബീഉൽ അവ്വൽ. പർദ്ദ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താ അറിയാം? കഴിഞ്ഞ വലിയ പെരുന്നാൾക്ക് നമ്മൾ പർദ്ദ വാങ്ങിയിട്ടില്ല, ചെറിയ പെരുന്നാൾക്ക് വാങ്ങിയതാണ്. അതിനുശേഷം ജ്യേഷ്ഠൻ്റെ ഭാര്യ അല്ലെങ്കിൽ അനുജൻ്റെ ഭാര്യ അല്ലെങ്കിൽ നമ്മളെ അമ്മായിൻ്റെ മോള് അങ്ങനെ ഇവരൊക്കെ പറഞ്ഞിട്ട് പറയും അവർ 2 പർദ്ദ വാങ്ങി. ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങുക. അഥവാ എനിക്ക് പർദ്ദ വേണമെന്നാണ് പറയേണ്ടത്. നമ്മൾ എന്താ പറയാൻ പോകുന്നത്? അവർ പർദ്ദ വാങ്ങിയിട്ടുണ്ട്, മറ്റൊരു 3 വാങ്ങിയിട്ടുണ്ട്, ഇവർ 4 വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. ഇതോടുകൂടെ ഒരാൾക്ക്, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയ്ക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സുഖകരമായ ആനന്ദകരമായ ഒരു അംഗീകാരമാണത്. പക്ഷേ ആ സുഖം തീർത്ത് പോയി കിട്ടും ഈ ഒറ്റ പറച്ചിലുകൊണ്ട്. വേർഡ് ഓഫ് അഫർമേഷനിൽ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഭർത്താവ് എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞു സാധനമൊക്കെ വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അതിൽ തക്കാളി വാങ്ങാൻ പറഞ്ഞു, ക്യാരറ്റ് വാങ്ങാൻ പറഞ്ഞു, ഉള്ളി വാങ്ങാൻ പറഞ്ഞു, മുരിങ്ങ വാങ്ങാൻ പറഞ്ഞു. ഇങ്ങനെ വാങ്ങാനുള്ളതൊക്കെ വാങ്ങി. അതിലേതോ ഒരു സാധനം വിട്ടുപോയി. അപ്പോൾ വാങ്ങിയിട്ട് ചോദിച്ചു ഇതുണ്ട്, അതില്ല. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാ ഒരു മര്യാദയ്ക്കൊരു മുഴുവൻ സാധനവും വാങ്ങിയിട്ട് വന്നത്? ഈ മനുഷ്യൻ അങ്ങാടിയിൽ തണ്ടി ഈ വെയിലും കൊണ്ട് ഇതെല്ലാം സഹിച്ചു വരുന്ന സമയത്ത് ഒരു നല്ല വാക്കുകൾക്ക് ഒരു സുഖമായിരുന്നു. പക്ഷേ ഈ വാക്കോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മുഴുവനും ഇടിച്ചു പൊളിച്ച് താഴെ ഇട്ടു. ഒരു നല്ല വാക്ക് അത് വലിയ ആനന്ദമാണ്. ഭർത്താവിനോട് ഇപ്പം ഞാൻ തിരിച്ചുള്ളത് പറയാത്തത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കേൾക്കാൻ ആളില്ലല്ലോ. തിരിച്ച് നമുക്ക് ഉപകാരപ്പെടുന്നത് പറയാലോ. എന്ത് ചെയ്യണം? ഈ വേർഡ് ഓഫ് അഫർമേഷൻ എന്നത് സ്നേഹഭാഷയാണ്, നമ്മൾ ഉപയോഗിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ ധരിച്ച ഡ്രസ്സ് നന്നായിരിക്കുന്നു, നിങ്ങൾ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നത് നന്നായിരിക്കുന്നു, നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് ധന്യമാണ്. ചിലരൊക്കെ തമാശക്ക് തിരിച്ചാ പറയാ, ഞാൻ പെട്ടതാണ്, ഉദ്ദേശിക്കൊന്നുമില്ല, വെറുതെ പറയാണ്. ആ പറയുന്ന ഒന്ന് തിരിച്ചു പറഞ്ഞാൽ, നല്ലത് പറഞ്ഞാൽ എന്താ, എത്ര സുഖമാണ്, എത്ര എളുപ്പമാണ്. ആ വാക്കുകൾ പിന്നീട് നമ്മളെ കുത്തി നോവിക്കും.